നമസ്കാരം. ഈ എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല കേട്ടോ. ആളുകളെ കളിപ്പിക്കുകയാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങണമെങ്കിൽ 40-50 ദിവസം മതി. പക്ഷെ ഇവരിപ്പോൾ ഒരു കൊല്ലമായിട്ട് തുടങ്ങി ഇതേ വരുന്നു കുമ്മാട്ടി. പെണ്ണിന് ഗർഭമുണ്ട്. ഗർഭം സാധാരണ 9 മാസം 9 ദിവസമൊക്കെയാണ്. ഇത് 10-ാം മാസം കഴിഞ്ഞു, 11-ാം മാസം കഴിഞ്ഞു, 12-ാം മാസം കഴിഞ്ഞു, 13-ാം മാസം കഴിഞ്ഞു, എന്നിട്ട് പ്രസവിച്ചിട്ടില്ല. അപ്പം എന്തോ ഗർഭത്തിലുള്ള കുട്ടിയാവില്ല, വല്ല ഉരുളങ്കല്ലായിരിക്കും ഗർഭത്തിലുണ്ടാവുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാംസമുണ്ടായിരിക്കും ഗർഭത്തിലുണ്ടാകുക. അത് ശരിയായിട്ടുള്ള ഗർഭം പ്രസവിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഒരു പെണ്ണ് 12 മാസം 14 മാസം 15 മാസം പിടിക്കും. ഒരു പെണ്ണ് പ്രസവിക്കാൻ വേണ്ടിയിട്ട് എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. അതാണ് സത്യം. ജനങ്ങളെ അവർ കബളിപ്പിക്കുകയാണ്. ദേ വരുന്നു എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. ഇനി ആ സിനിമ വന്നാൽ അത് 8 നിലയ്ക്ക് 16 നിലയ്ക്ക് പൊട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ റബ്ബർ മരം വെച്ച് പിടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിലാണ് അതിൻ്റെ കേന്ദ്രം റബ്ബർ. അത് ഇത്ര വർഷം എന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞാൽ മരമൊക്കെയും പിന്നെ പാല് വരാതാകും, റബ്ബർ പാല് കിട്ടാതാകും. ആ സമയത്ത് അവസാനം ഒരു കടുംവെട്ടുണ്ട്, അതോടുകൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആ മരം അവർ സോഫ്റ്റ് വുഡായിട്ട് കൊടുക്കും. അതാണ് ചെയ്യുക. ഇതുപോലെ കടുംവെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളൊക്കെയും കൂടി സൂപ്പറും മെഗമാക്കി മാറ്റിയിട്ടുള്ള താരങ്ങൾ. അവർക്കറിയാം ഇനി അധികാരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ആയതുകൊണ്ട് ചെയ്യുന്നു ഇപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ, ഒരാൾ സൂപ്പർ മറ്റാൾ സൂപ്പർ, രണ്ടുപേരുടെയും ഗ്രേസ് കുറഞ്ഞു പോയപ്പോൾ സൂപ്പറും കൂടി ചേർന്നൊരു പുതിയ സൂപ്പർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിങ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബുദ്ധി വെച്ച്, എൻ്റെ ബോധം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സിനിമയുടെ ഷൂട്ടിങ് ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ടീസർ അവിടെയും ഇവിടെയും വെച്ചിട്ട് ശ്രീലങ്കയിൽ പോയിട്ട് എന്തൊക്കെയോ പിടിച്ച് അത് കാണിക്കുന്നുണ്ട്. കുറച്ച് ശ്രീലങ്കയിലാണ്, കുറച്ച് റഷ്യയിലാണ്, കുറച്ച് ഉത്തര ധ്രുവത്തിലാണ്, കുറച്ച് ദക്ഷിണ ധ്രുവത്തിലാണ്, ചൊവ്വയിലുണ്ട് അത്ര ഒരു ഗാനരംഗം. ഇതൊക്കെയും പറഞ്ഞ ആളുകളെ അവൾ കളിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണത്. ടീസർ. എന്തുകൊണ്ട് ടീസർ? ഡിക്ഷണറിയിൽ ആ വാക്കൊന്നുമില്ലല്ലോ. ഇവിടെ ജീവിതം നമുക്ക് ഇറങ്ങിയല്ലോ. പത്രത്തിൽ മാതൃഭൂമി, മനോരമ എല്ലാ പത്രത്തിലും വരും. ഇന്ന് മുതൽ എറണാകുളം പത്മയിൽ, തൃശ്ശൂർ ജോസിൽ 14 തിയേറ്ററിൽ ആരോമലുണ്ണി. എന്താ ആൾക്കാർ കാണാൻ പോയിട്ടില്ലേ? സർഗം സിനിമ തുടക്കത്തെ ആൾക്കാരുണ്ടായിരുന്നില്ല, അവസാന ആൾക്കാർ ഇടിച്ചു കയറിയില്ലേ? അവളുടെ രാവുകൾ, അതൊന്നും കാണാൻ നമ്മൾ അന്തസ്സുള്ളവർക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സിനിമ കണ്ടവർ മനസ്സിലാക്കി അന്തസ്സില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഇടിച്ചു കയറിയില്ലേ ആൾക്കാർ. അങ്ങനെ ഏതെങ്കിലും സിനിമ ഇതുപോലെ പടയോട്ടം വന്നു വലിയ അത്ഭുത. അന്നത്തെ എനിക്ക് ഓർമ്മയുണ്ട്, പടയോട്ടം ഹോളിവുഡ് സിനിമ മാതൃകയിൽ 7 നിലയ്ക്ക് പൊട്ടിപ്പോയില്ലേ? പുതുമുഖങ്ങളെ മാത്രം വെച്ചുകൊണ്ട് സംഗീത സംവിധായകൻ പുതുമുഖം, സംവിധായകൻ പുതുമുഖം, പാട്ടെഴുത്തുകാരൻ പുതുമുഖം, നടന്മാർ മുഴുവൻ പുതുമുഖങ്ങൾ. അങ്ങനെ എടുത്ത സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അത് വലിയൊരു വിജയമായിട്ട് മാറിയില്ലേ? സർഗവും ഇതുപോലെ തന്നെയാണ്. പുതിയ നടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അഭിനയിച്ചത്. പറഞ്ഞു ഏറ്റവും വലിയ ഉദാഹരണം ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം അവിടെ തിയേറ്റർ കിട്ടിയിരുന്നില്ല. അവസാനം മേനകയിലോ മറ്റോ അയാൾക്ക് മാമുണ്ണാൻ പോലും വകുപ്പില്ലാത്ത സാഹചര്യത്തിൽ 2-3 ഷോ ന്യൂൺ ഷോ കളിക്കാൻ കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ നടന്മാരും നടിമാരൊക്കെ അവിടെ വന്നു. 3 വർഷമോ മറ്റോ അവിടെ കളിച്ചത്. അപ്പം നല്ല സിനിമയാണെങ്കിൽ അതിനെ കൊണ്ട് ഉന്തി തള്ളി കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. അത് തിയേറ്ററിൽ വരട്ടെ, ആളുകൾ കാണട്ടെ. ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ വിധി ഇവിടെ പ്രസ്താവിച്ചു കഴിയും. ഒറ്റ ദിവസം കൊണ്ട് ആ കാണുന്ന ആൾക്കാർ പുറത്തു പോയിട്ട് ആൾക്കാരോട് പറയും നല്ല സിനിമയാണ് കേട്ടോ. അല്ലാതെ വെറുതെ അവിടെ നിന്ന് ഉറക്കം തൂങ്ങി. ഇവിടെ ഈ ബറോസോ മറ്റൊരു സാധനം വന്നില്ലേ, പൊറോട്ട എന്നുള്ള, ഞാനിപ്പോൾ ഓർമ്മിക്കുന്ന പൊറോട്ട എന്നുള്ള പേരിലാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ ബറോസ് എന്നുള്ള പേര് പറയില്ല, അതിലും മറക്കും. പേര് ചെമ്മീൻ എന്നുള്ള പേര് ആരെങ്കിലും മറക്കൂ? അന്വേഷിച്ച കണ്ടെത്തിയില്ലെന്നുള്ള പേര് ആരെങ്കിലും മറക്കൂ? കുമാരസംഭവം എന്നുള്ള പേര് ആരെങ്കിലും മറക്കൂ? പക്ഷേ ഈ പേര് മറക്കും. അതുകൊണ്ട് ഞാൻ പൊറോട്ട എന്ന് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. ബറോസ്. അപ്പോൾ ആ ബറോസ് വരുന്നത്. ഈ ബറോസ് ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം കാണിച്ചിട്ടാണ് ബറോസ് വന്നിട്ട് 7 നിലയ്ക്ക് പൊട്ടിയില്ലേ ബറോസ്? എന്നിട്ട് ഇവർക്ക് നിർത്താറായില്ല. പിന്നെ മറ്റേ മോഹൻലാൽ മരക്കാർ എന്ന് പറഞ്ഞ സിനിമ വന്നില്ലേ? ആ മരക്കാർ സിനിമ വന്നിട്ട് അന്നേ പറഞ്ഞാൽ അത് 7 നിലയ്ക്ക് പൊട്ടുന്നു. ഈ രീതിയിൽ കൊലപ്പിക്കുക എന്ന് പറയും, ആവശ്യമില്ലാതെ കൊലപ്പിക്കുക എന്ന് പറയും. അതാ ചെയ്യുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ പിടിച്ച് നിങ്ങൾ ഇവിടെ സിനിമാ തിയേറ്ററിലിട്. ആ സിനിമാ തിയേറ്ററിലിട്ട് ആൾ കണ്ട് ആ ആളുകളുടെ അഭിപ്രായം
അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അല്ലാത്ത സിനിമ 7 നിലയ്ക്ക് പൊട്ടും. നിങ്ങളിവിടെ ഈ മറ്റേ ഹോളിവുഡ് സിനിമ അത് നിങ്ങളുടെ ഒരു സ്വപ്നം മാത്രമാണത്. ഹോളിവുഡ് സിനിമയെന്ന് വെച്ചാൽ 10-16 ക്യാമറ വെച്ചിട്ടൊക്കെ അവർ കാര്യങ്ങൾ ചെയ്യുന്നത് സിമ്പിളായിട്ട്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ കളിക്കുന്ന മറ്റേ സ്കൂളിൽ ഞങ്ങളുടെ വീടിന് അവിടെ ഒരു ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുണ്ട്. ഒരു പന്താണ്ടാവുക, എന്നിട്ട് ആ പന്ത് കേട് വന്ന് അതിൻ്റെ പണി മുഴുവൻ തീരുമ്പോഴാണ് എല്ലാവരും കൂടി 50 പൈസ 1 രൂപയ്ക്ക് എടുത്ത് ഒരു പന്ത് വാങ്ങിച്ചുകൊണ്ടിരിക. പിന്നീട് ഇപ്പോൾ ആ ക്ലബ്ബിൽ ഞാൻ അടുത്ത കാലത്ത് പോയപ്പോൾ എന്താ, അവിടെ ഒരു ബോക്സിൽ നിറച്ച് പന്തുകളാണ്. അപ്പോൾ കാലം മാറി. ആ ഒരു അവസ്ഥയാണ് അവിടെയുള്ള ഹോളിവുഡിലുള്ളത്. ഒരു 16 ക്യാമറയും പൈസ തന്നെ ഒഴുക്കുകയാണ്. ഇവിടെയും പൈസ ഒഴുക്കാൻ ആൾക്കാരുണ്ട്, പണക്കാരുണ്ട്. പക്ഷെ പൈസ ഒഴുക്കിയാൽ തിരിച്ചു കിട്ടുമോ? മലയാളികൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. നിങ്ങൾ പറയും ലോകോത്തര നടനാണ് മമ്മൂട്ടി, ലോകോത്തര നടനാണ് മോഹൻലാൽ. ഈ മലയാളികളല്ലാതെ ആരായി മമ്മൂട്ടി അറിയുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയോടോ പെങ്ങളോടോ പോയിട്ട് ഷാറൂഖ് ഖാൻ്റെ സിനിമ ഏതായി ഷാറൂഖ് ഖാൻ ചോദിക്കുക വരും. അല്ലെങ്കിൽ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് പഴയ നടന്മാരാ, മർലൻ ബ്രാൻഡോ ഏതായി മർലൻ ബ്രാൻഡോ അവർക്ക് വല്ലവർക്കും അറിയൂ. ചാൾസ് ബ്രോൺസൺ അവർക്ക് വല്ലവർക്കും അറിയൂ. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ വെറുതെ ഇന്ന് കൊലപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരെ സിനിമ വന്നാൽ അവിടെ ഇവിടെ ഓടാനൊന്നും പോകുന്നൊന്നുമില്ല. ഇപ്പം ഏതായാലും എമ്പുരാൻ എന്ന് പറഞ്ഞ ആ സിനിമ അത് 100% ഉറപ്പാണ്. അത് വെച്ച് കളിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കുക, ആദ്യത്തെ ഒരാഴ്ച വാരി പിടിക്കുക, അതാണ് പരിപാടി. ആദ്യത്തെ ഒരാഴ്ച വാരി പിടിക്കുക. അത് കഴിഞ്ഞാൽ ഒരാഴ്ച ജനങ്ങൾ കയറത്തക്ക വിധത്തിൽ ഒരു വലിയൊരു മഹാവിസ്ഫോടനം നടത്തുക. അതിനാണ് ഈ പബ്ലിസിറ്റി കൊടുക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നാമത് വേറൊരു കാര്യം പറയട്ടെ, മമ്മൂട്ടിക്ക് ഇനി വേറൊരാളാവാൻ പറ്റില്ല. മമ്മൂട്ടി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. മമ്മൂട്ടി ഏത് വേഷം ചെയ്താലും മമ്മൂട്ടിയായിട്ട് അവിടെ നിലനിൽക്കുള്ളൂ. ഈ ഇടക്കാലത്ത് ഭ്രമയുഗം വന്നു, ഇറ്റ്സ് ഓക്കെ. അതിന് ആൾക്കാരും കയറിയിട്ടുണ്ട്. നല്ല സിനിമ, പൈസ ധാരാളം കിട്ടിയോന്നൊന്നും അറിയില്ല. ആയതുകൊണ്ട് തന്നെ പുതിയൊരു തലമുറ വരേണ്ടുന്നതിൻ്റെ സാഹചര്യം അതിനെ ഉല്ലംഘിച്ച് പോയി കഴിഞ്ഞാൽ, കാലയളവ് ഉല്ലംഘിച്ച് പോയി കഴിഞ്ഞു. മോഹൻലാൽ ഒരു സിനിമയിൽ വേഷം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യുക? അയാളുടെ ഡയലോഗ് മോഡുലേഷൻ എന്തായിരിക്കും? അതിലെങ്ങനെയാണ് ദേഷ്യപ്പെട്ട് ഡയലോഗ് പറയുമ്പോൾ ചിരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ചിരിച്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്ന ഇതൊക്കെ ഇവിടെ എല്ലാവരും കാണാപ്പാടായി. പാട്ട് പാടുമ്പോൾ എങ്ങനെ പാട്ട് പാടും? ഇവിടെ കാണാപ്പാടായി. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആളുകൾ ഇപ്പം അതാണ് പറയുന്നത് കടുമിട്ട്. ഇപ്പം എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് അവിയലുണ്ടാക്കുന്ന പറയാം. എല്ലാ കഷ്ണങ്ങളും, സാമ്പാറിൻ്റെ കഷ്ണം, അവിയലിൻ്റെ മറ്റേതിൻ്റെ പച്ചടിയും കിച്ചടിയും ഒക്കെ കഷ്ണം ബാക്കി വന്നപ്പോൾ ഭീമനെ കണ്ടു. ഇതെന്താ അവിടെ കുറേ കഷ്ണങ്ങൾ ബാക്കി? അല്ല, അത് എല്ലാത്തിൻ്റെയും ബാക്കി വന്നതാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പോണേ? അത് ഞങ്ങൾ തെങ്ങും ചോട്ടിലിടാൻ പോവാണ്. അല്ലെങ്കിൽ പശുവിന് തിന്നാൻ കൊടുക്കാതൊന്നും വേണ്ട, ഞാൻ വേറെ പണി ഒപ്പിക്കാം എന്നിട്ട് ഉണ്ടാക്കിയതാണ് അവിയലുണ്ടാക്കിയത്. അതായത് കളയാൻ പോകുന്ന കഷ്ണങ്ങൾ ചേർത്ത് അവിയലുണ്ടാക്കിയ പോലെയാണ് ഈ കടുംവെട്ടിൻ്റെ പരിപാടി. ഇനിയെല്ലാം വെട്ടി കൊടുക്കാൻ പോവുകയാണ്. മമ്മൂട്ടിക്കിന് എത്ര സിനിമ അഭിനയിക്കാൻ പറ്റും? ഒരു യുവാവായിട്ട് അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ വല്ല അമ്മാവനായിട്ടോ മുത്തപ്പനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. അത് അവരുടെ മനസ്സിൽ പിടിക്കുന്ന കാര്യമല്ല. കാരണം അവർക്ക് അവരുടെ ഇമേജ് അവരിപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നു. ചെറുപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് അയ്യോ മമ്മൂട്ടി. അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരാൾ ഇൻ്റർവ്യൂവിൽ ഈ പടത്തിൽ കാണുന്ന ആൾക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞു 35 വയസ്സ്. അദ്ദേഹത്തിന് 70 വയസ്സായി. ഇങ്ങനെ ഇനി ആവശ്യമില്ലാതെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ പ്രായമുണ്ട്, മോഹൻലാലിന് മോഹൻലാലിൻ്റെ പ്രായമുണ്ട്, മധുവിൻ്റെ പ്രായമുണ്ട്. ഇതാവശ്യമില്ലാതെ പത്രങ്ങളിലൂടെ ഇവരെയും കൂടി എന്തായാലും പറയുക, ചിക്കൻ ബിരിയാണി തിന്ന് എന്നിട്ട് എന്നെ പുകഴ്ത്ത് എന്നാൽ ശ്രീനിവാസ ഏതോ ഡയലോഗ് പറയുന്നുണ്ട്. ആദ്യം പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കുക, എന്നിട്ട് എന്നെ പുകഴ്ത്താൻ. ഈ പരിപാടിയിൽ ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാരുടെ കാര്യമായി പറയുന്നത്. ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഇങ്ങനെ വേണം. അപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു മായ വലയം അവരുണ്ടാക്കുകയാണ്, ഒരു പ്രഭാവ വലയം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ലക്ഷണം ഈ പ്രഭാവ വലയം ഉണ്ടാക്കി വെച്ച ആൾക്കാർ ഇപ്പോൾ വായിൽ വരലിട്ട് നടക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ്, ഈ സുരേഷ് കുമാർ അടക്കമുള്ള ആൾക്കാർ. ഇവരെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് നടന്മാരുണ്ടല്ലോ, ആയിരങ്ങളിൽ നടന്മാരുണ്ടല്ലോ. ഒരു സിനിമ പിടിക്കുന്ന സമയത്ത് അതിലൊരു 10 പുതുമുഖത്തെ എന്താ അവർ ഉൾപ്പെടുത്താതെ? കാരണം ഇവരൊരു സർക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ സർക്കിളിനകത്ത് പുറത്തുനിന്ന് ആരും കടത്തില്ല. അവരും അസ്മാദികളും. ഇപ്പോൾ ഇവിടെ ദുൽഖർ വരുന്നുണ്ട്. അയാൾ എന്ത് നടന്ന? അയാൾ കുറേ ചോക്ലേറ്റ് വേഷങ്ങളുണ്ട്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഒരു കാലഘട്ടം ഞാൻ അയാൾ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും. മോഹൻലാലിൻ്റെ മോനെ ഉന്തി തള്ളി കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ആയക്കൂടി മക്കൾ വ്യവസായത്തിന് ആയക്കൂടി വിജയിച്ചാൽ ആ ഫാസിലിൻ്റെ മകനാണ്. അതയാൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള കഴിവുള്ളത് കൊണ്ടാണ്. മറ്റെല്ലാവരും ഉന്തിക്കയറ്റി കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഔട്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും പറയാൻ കുറേ മറ്റെന്തായാലും പറയാൻ പവർ ഗ്രൂപ്പിൻ്റെ അത് മാത്രമായിട്ട് മാറ്റിയിരിക്കുകയാണ്. മറ്റാർക്കും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ. അതിന് പ്രൊഡ്യൂസർമാരും ഇവിടുത്തെ ഡയറക്ടർമാരും അതിൽ പങ്കുണ്ട്.
ഈ ഒരു കൂട്ടം ആൾക്കാരെ വെച്ച് മാത്രം മറ്റേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയപ്പോൾ എന്തുണ്ടായി? അവരവരെ തോന്നിവാസം കാണിക്കാൻ തുടങ്ങി. അവർക്കൊരു കോമ്പറ്റീഷൻ ഇല്ലാതായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കാല് മാറ്റി ചവിട്ടാൻ ഇപ്പുറത്തൊരു കടയുണ്ടെങ്കിൽ കാല് മാറ്റി ചവിട്ടാൻ അപ്പുറത്തൊരു കട വേണം. ഒരു നാട്ടിൽ ആയി കൂടി ഒറ്റ കടയേ ഉള്ളൂ. അപ്പോൾ അയാൾ എന്ത് പറയും? ഒരു വില പഴത്തിന് എന്താ വില? 10,000 രൂപ പറഞ്ഞു കളയും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ടൗണിലേക്ക് പോകണ്ടേ? അപ്പോൾ അതിന് കൂടുതൽ ചിലവല്ലേ? അപ്പോൾ ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കടയിട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടയിടാൻ പറ. ഒരു 10 കടയുണ്ടാവും എന്നുണ്ടാവും. അവർക്ക് അർഹിച്ച ലാഭം മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു സിനിമ പിടിക്കുന്ന സമയത്ത് 5% ആ സിനിമയിൽ മൊത്തം മൊത്തം ആർട്ടിസ്റ്റുകൾ, അത് ക്യാമറാമാൻ ആകട്ടെ, സംവിധായകനാകട്ടെ, അസിസ്റ്റന്റ് സംവിധായകനാകട്ടെ, എഡിറ്ററാകട്ടെ, എന്തും ആകട്ടെ, ആ അറ്റമല്ല, പ്രത്യേകിച്ചും നടനും നടിയും. ആ നടനും നടിയും അതിനകത്ത് 100 പേര് അഭിനയിക്കുന്നുണ്ടെങ്കിൽ 5 പേരെ പുതുമുഖങ്ങളെ നിങ്ങൾ വയ്ക്ക്. ഒരു പുതിയ തലമുറയെ വാർത്തു കൊണ്ടുപോകാം. അങ്ങനെ ചെയ്തില്ല. രാഷ്ട്രീയക്കാരെങ്കിലും പലയിടത്തും പെട്ടുപോയിട്ടുണ്ട്. ആ പഴയ ആൾക്കാരെ വെച്ചപ്പോൾ KPCCയിലെയും കണ്ടില്ലേ? ആ സുധാകരനെ തന്നെ വെച്ച് ആളിപ്പോൾ പുറത്താക്കാനും പറ്റുന്നില്ല. പുതിയ തലമുറക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഒരു വേഷം ചെയ്യുമ്പോൾ, നാളെ മമ്മൂട്ടി, ഞാൻ അറിഞ്ഞിടത്തോളം മമ്മൂട്ടിയുടെ വേഷം ഒരു കോൾ ഷീറ്റിനായിട്ട് അയാളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ആൾ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? അല്ല, ഏറ്റവും വേഗത്തിൽ 5 വർഷം എനിക്ക് ഡേറ്റ് ഇല്ല. ഇനി 5 വർഷം കഴിഞ്ഞാലാണ് നിങ്ങളുടെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുക. അപ്പോഴേക്കും എൻ്റെ കോലം എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എഡിറ്റ് നടക്കാൻ പറ്റുന്ന ആളായി മാറുമോ, എഡിറ്റ് നടക്കാൻ പറ്റാത്ത ആളായി മാറുമോ, അതും എനിക്കറിയില്ല. ആയതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് എനിക്ക് പൈസ വന്നു. അയാൾ പറയുന്നുണ്ട്, ഇനി മമ്മൂട്ടിക്ക് തന്നെ വേണം, മമ്മൂട്ടിക്ക് തന്നെ വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കുകയാണ്. അവർ പറയുന്നു, ഇപ്പോൾ എന്നെ ഒരാൾ വന്ന് സാമി ഒരു സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, മമ്മൂട്ടിയുടെ എത്ര പൈസ വേണം? മമ്മൂട്ടിയുടെ പൈസ 1 കോടി കൂടുതൽ വേണം. എനിക്ക് 32 കോടി വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പുറമില്ലെന്ന് പറയണം. ആര് വന്നിരിക്കണം? താൻ വേണേ അഭിനയിച്ചാൽ മതി എന്ന് പറയണം. മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട്, മമ്മൂക്ക ഒരു സിനിമയിൽ അഭിനയിക്കണം, ഇന്നതാണ് വേഷം. ആ മമ്മൂക്ക പറയും, എനിക്ക് ഇത്ര കോടി രൂപയാണ്, അത് പറ്റില്ല എന്ന് പറയണം. കാര്യം കഴിഞ്ഞില്ലേ? മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലുന്നു, നിങ്ങളൊരു വേഷം ചെയ്യണം, നായകൻ്റെ വേഷമാണ്. അപ്പോൾ അയാളുടെ സെക്രട്ടറി പറയും, ഇത്ര കോടി രൂപയാണ്, അത് പറ്റില്ല. എന്നാൽ വേണ്ട, അതിന് കേസ് എടുക്കാൻ പോകുന്നുണ്ടോ? അവരുടെ ഗ്രേസിന് വെച്ചാൽ അവർ പറയും, ഈ മമ്മൂട്ടി 500 രൂപ വാങ്ങിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 500 രൂപ വാങ്ങിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കാലചക്രം സിനിമയിൽ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എനിക്ക് പകരം വന്ന ആളാണോ? അപ്പോൾ അത് പറയുന്നുണ്ട്, അതെ. ആ ഒരു ഡയലോഗിന് മാത്രം അയാൾക്ക് കൊടുത്തത് 500 രൂപ 50 രൂപ മറ്റാണ് കൊടുത്തത്. അതുപോലെ ഇപ്പോൾ പറ്റുമോ? അത് കഴിഞ്ഞ് പിന്നെ വന്ന സിനിമയിൽ 1000 രൂപ, പിന്നെ വന്ന സിനിമയിൽ 2000 രൂപ, പിന്നെ വന്ന സിനിമയിൽ 20,000 രൂപ. അതിനെ കയറി പോയി അയാളുടെ കഴിവല്ലേ? അയാൾക്ക് ഇഷ്ടമുള്ള അയാൾ പറയട്ടെ. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ പുറമില്ലെന്ന് പറയണം. കാര്യം കഴിഞ്ഞില്ലേ? നിങ്ങളിവിടെ മറ്റുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട്, അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു കിടങ്ങ് കുഴിച്ചിരിക്കുകയാണ്. ആ കിടങ്ങിൻ്റെ പുറത്ത് ആരും അതിനകത്തേക്ക് കയറാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ചും പ്രൊഡ്യൂസർമാർ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അവർ പറയണം, ഞാനൊരു സിനിമ എടുക്കുമ്പോൾ അതിൽ 5% ആൾക്കാർ ഇതുവരെ സിനിമയിൽ മുഖം കാണിക്കാത്ത ആൾക്കാരായിരിക്കണമെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞത്, സ്വാമിക്ക് എന്ത് വിവരമുണ്ട്? ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന ഫിലിം എത്ര പോകുന്നറിയാമോ? അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ആളാണെങ്കിൽ, ഈ വന്ന ആൾക്കാർ മമ്മൂട്ടി എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു, മോഹൻലാൽ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു, അമിതാഭ് ബച്ചൻ പിന്നെ എന്താ കോളേജിൽ പഠിക്കുന്നത് സംശയമുണ്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പാസിംഗ് ഷോട്ട് കൊടുക്കും, ഒരു ചെറിയ ഷോട്ട് കൊടുക്കും. അത് കൃത്യമാക്കി നമ്മുടെ ദിലീപ് ആ കമലിൻ്റെ സിനിമയിലേക്കാണ് വന്നത്, ചെറിയ വേഷമായിട്ട്. ആ ചെയ്യുന്ന വേഷം അയാൾ മറ്റുള്ള ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാക്കി മാറ്റി അയാൾക്ക് മേൽക്കയറ്റം ഉണ്ടായി. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ വേണ്ടിയില്ല. പിന്നെ ഇപ്പോൾ ഡിജിറ്റലാണല്ലോ, ഫിലിമിൻ്റെ നഷ്ടമൊന്നുമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചില മര്യാദകൾ കാണിക്കണം. കേരളത്തിൽ ഒരുപാട് നടന്മാരുണ്ട്, ഇപ്പം നടൻ എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ടത്തെ പോലെ ഇത് എന്തായാലും പറയാം, MR രാധ അഭിനയിക്കുന്ന പോലെ ഇങ്ങനെയൊന്നും അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാനറിസം മാത്രം, ആ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇപ്പം നിൽക്കുന്ന കാലത്ത് ഒരു സമരം നടത്തിയാലൊന്നും അവർ പൈസ കുറയ്ക്കാനൊന്നും പോകുന്നില്ല. യേശുദാസിൻ്റെ പോലെ പാടാൻ ഇവിടെ ആരുമില്ല. കുറേ ആൾക്കാർ പാടുന്നുണ്ട്. യേശുദാസ് പാടിക്കഴിഞ്ഞതിന് ശേഷം അത് പാടാൻ എനിക്കും കഴിയും, നിങ്ങൾക്കും കഴിയും. അതിൻ്റെ ആ വികാരോജ്വലം, അതിൻ്റെ പാട്ടിന് ഉൾപ്പെടുത്തേണ്ട ഭാവം, രാഗം, താനം ഒക്കെ അയാൾക്ക് അദ്ദേഹം ചെയ്തു വയ്ക്കുന്ന പുതിയൊരാളെ പാട്ടിനെ ഏർപ്പെടുത്തിയാലാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുക.
അയാളെ പ്രത്യേകിച്ച് ദേവരാജ മാഷ് അയാളൊന്നും ചെയ്യില്ല, ദേവരാജ മാഷോട് കെട്ടി തൂക്കിച്ചാവും. അതൊക്കെയാണ് സ്ഥിതിഗതികൾ. അപ്പം ആയതുകൊണ്ട് തന്നെ യേശുദാസ് പറയണം, ഇപ്പം ജയചന്ദ്രൻ ഉണ്ടായത്, യേശുദാസ് ഇല്ലെങ്കിൽ പിന്നെ ജയചന്ദ്രനാണ് എന്ന് വയ്ക്കാം. യേശുദാസ് പറയണം എനിക്കൊരു പാട്ട് പാടാൻ 1.5 കോടി വേണം, ഞാൻ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അയാൾ പറയും വേണ്ട നിങ്ങൾ വെക്കോ, നമുക്ക് നിർബന്ധിക്കാൻ പറ്റൂ. മറ്റേ ജില്ലാ കളക്ടർക്ക് ഇത്ര ശമ്പളം എന്നൊരു കണക്കുണ്ട്, അല്ലെങ്കിൽ സൂപ്രണ്ടിന്, അല്ലെങ്കിൽ കമ്മീഷണർക്ക്, അല്ലെങ്കിൽ DSPക്ക്, അല്ലെങ്കിൽ DAGക്ക് അതിനൊരു കണക്കുണ്ട്. പക്ഷെ ഇവർക്ക് എന്താ കണക്കുള്ളത്? അവർ പറയുന്ന ആ കണക്ക്, അത് ആ കണക്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കംപ്ലയിൻറ്റ് ചെയ്യാം. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം, യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം അൺഅവോയ്ഡബിൾ മെറ്റീരിയലുകളുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് കൊടുക്കേണ്ടവരും കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പിന്നെ സുകുമാരൻ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന കാലത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, കലിക സിനിമ. മോഹനചന്ദ്രൻ എഴുതിയിട്ടുള്ള കലിക സിനിമ വന്നു. ആ കലിക സിനിമയിൽ വന്ന സമയത്ത് അത് മറ്റേ ഈ ബാലേന്ദ്രമേനോ മറ്റോടെ ഡയറക്ഷൻ തോന്നുന്നുണ്ട്. ആ സമയത്ത് അന്നത്തെ സൂപ്പർ സ്റ്റാറാണ് നമ്മളുടെ സുകുമാരൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില കടുംപിടുത്തമുണ്ടല്ലോ. അപ്പോൾ ആ കടുംപിടുത്തത്തിൽ പോയിപ്പോൾ ഈ സുകുമാരനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നായി. ആ സമയത്ത് ബാലേന്ദ്രമേനൻ എന്താ പറഞ്ഞറിയോ, നമുക്ക് നല്ലൊരു നടനുണ്ട്, അയാളെ വെച്ച് സിനിമ ചെയ്യാം. ആരാണ് നല്ല നടൻ? ഞാൻ തന്നെ. അയാൾ സിനിമ ചെയ്തില്ലേ, ആ സിനിമ വിജയിച്ചില്ലേ, കലിക സിനിമ വിജയിച്ചില്ലേ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പറ്റിയതോ പറ്റി, ഇനി പറ്റാതിരിക്കാൻ നിങ്ങൾ പുതിയ നടന്മാരെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു പുതിയ നടൻ കേരളീയന ഇപ്പം ചെന്നൈയില ഉള്ളത്, അയാളുടെ പേര് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ. എന്താ നോക്കണോ? കോടികളൊന്നും വേണ്ടെന്നേ, മാമുള്ള കൊടുത്താൽ മതി, മാമുള്ള വകുപ്പ് കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള പൈസ പോലും അയാൾ എടുത്തോളും. ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ നോക്കണോ?